നിരക്ഷര ജനത ലോകം കണ്ട മഹാനെ അവലംബിച്ചു മുഹമ്മദ്. ഈ ജനതയോ ഇവർക്ക് ശരീഅത്ത് ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലാണെങ്കിൽ പോലും അവരാരാ? അങ്ങനെ പിന്നെ കള്ളുണ്ട് പുറത്തേടും. ഇവരാരാ? കണ്ടതിനൊക്കെ റേപ്പ് ചെയ്യും. കാട്ടറബിക്കൂട്ടമാണ് പിന്നീട് പുണ്യ റസൂലിനെ വന്നത് അവലംബിച്ചത്. അവർക്ക് ശരീഅത്തുമില്ല, അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അവരൊന്നും ചെയ്തിട്ടുമില്ല. അവർ നബിയെ അവലംബിച്ചപ്പോൾ അങ്ങോട്ട് മാറി. മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിലുള്ള ക്യാൻസർ ആണല്ലോ തെറ്റ്. ക്യാൻസർ പിടിപെട്ടാൽ റേഡിയേഷൻ നടത്തിയാൽ കരിയും. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? RECയിലെ ഈ റേഡിയേഷന് നിന്റെ ബാഹ്യമായ ക്യാൻസറിനെ കരിക്കാൻ കഴിയുമെങ്കിൽ മുഹമ്മദ് എന്ന റേഡിയേഷന് എന്തൊക്കെ കഴിയും? ഒരൊറ്റ നോട്ടം മതി. നിസ്കരിച്ചില്ല, ചില നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. ഒരാൾ മുസ്ലിം ആകുന്നത് രാവിലെ 10 മണിക്കാണ്. അപ്പൊ ഇയാൾ ജൂതന്റെ ആടുമേക്കാരനാ. അങ്ങനെ കേട്ട് വന്നതാ. നബി വന്നു അങ്ങനെ വന്ന് നബിനെ എടുത്തു. നിങ്ങളാണോ നബിന്ന് ചോദിച്ചു. ആ എന്നാ എനിക്ക് പറഞ്ഞു തരുന്ന. അപ്പൊ പറഞ്ഞു കൊടുത്തു, മുസ്ലിമായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ ഞാൻ ഇഞ്ച ആടുകളെ എന്താ കാട്ടുക? അപ്പൊ റസൂൽ പറഞ്ഞു, ഈ ആടുകളെ കൊണ്ടുപോയി ജൂതന്റെ ആ ആടുകൾ കൂട്ടുന്നതിന്റെ പരിസരത്തേക്കാണ് വിട്ടാളാ. ഒരാട് അയാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അയാൾ ഈ ആടിനെ തൊളിച്ച് കൂട്ടിന്റെ ഭാഗത്തേക്കാണ് ആക്കിയിട്ട് അയാൾ ഇങ്ങോട്ട് പോകുന്നു. ജൂതന്റെ വീട്ടിന്റെ പരിസരത്ത് ആക്കി കൊടുത്തു, സുരക്ഷിതമാക്കി തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ യുദ്ധത്തിന് പോകാൻ വേണ്ടി സ്വഹാബികൾ പടച്ചട്ട അണിഞ്ഞു നിൽക്കുക. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇവരൊക്കെ പോയി കൊടുക്കാം. അപ്പോൾ പറഞ്ഞു, ഇവര് യുദ്ധത്തിന് പോകുക. അപ്പൊ ചോദിച്ചു, അനാഥമാകും, എന്നാ യുദ്ധത്തിനാണെങ്കിൽ ഞാനും പോയിക്കൂടെ? എന്തൊക്കെ മനസ്സിലായി? എന്റെ കയ്യിൽ ആയുധമുണ്ടോ? ആയുധമൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും വല്ല ആയുധം ഇയാൾക്ക് വായ്പ കൊടുക്കണ്ടെങ്കിൽ വായ്പ കൊടുക്കി. അപ്പൊ ആരോ ഒരു കത്തി കൊണ്ടേ കൊടുത്തു. അങ്ങനെ ആ കത്തി കൊണ്ട് അയാൾ യുദ്ധത്തിന് അയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ത് പഠിച്ചിട്ടില്ല? ഒന്ന് പറ മനുഷ്യ, അയാൾ എന്ത് പഠിച്ചിട്ടില്ല? ഒരു ബിസ്മി പോലും പഠിച്ചില്ല. നബി പറഞ്ഞു, അങ്ങനെ തന്നെയാണ് പായാൻ പറ്റൂല. ജാതിയൊരു പാത്യസ്വർത്തൊക്കെ ഉണ്ട്. ആ നമ്മളാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പറയും, ഞാൻ പായാണ്, ഞാൻ ഇന്നോട് ചോദിക്കാതെ ജാതി പറഞ്ഞ പാറ്റിയോട്. ഇയാളെ യുദ്ധക്കളത്തിലേക്ക് അറിയുന്ന ഈ മനുഷ്യന് യുദ്ധമൊന്നും അറിയില്ല. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി ഇയാളെ ആരോ കൊന്നു. അപ്പോഴത്തിന് സ്വഹാബികൾ ഇയാളെ വഹിച്ചു കൊണ്ടുവന്നു. റസൂൽ പറഞ്ഞു, പെട്ടെന്ന് മറവി.